പ്രൈസ് ദി ലോർഡ്. സ്നേഹമുള്ളവരെ, തിരുനാളുകൾ എന്ന ബൈബിൾ പഠന പരമ്പരയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പരിശുദ്ധ കന്യകാമറിയത്തെ സംബന്ധിക്കുന്ന ചില കാര്യങ്ങളാണ് ധ്യാന വിഷയമാക്കുന്നത്. യേശുവിൻ്റെ അമ്മ, രക്ഷകൻ്റെ അമ്മ, കന്യകാ മാതാവ് എന്നൊക്കെ അറിയപ്പെടുന്ന പരിശുദ്ധ അമ്മയ്ക്ക് ക്രിസ്തീയ സഭയിൽ വലിയ സ്ഥാനമുണ്ട്. യേശു കഴിഞ്ഞാൽ ഏറ്റവും അധികം ആദരിക്കപ്പെടുന്നത് പരിശുദ്ധ അമ്മയാണ്. അമ്മയെ സംബന്ധിച്ചുള്ള തിരുനാളുകളും അമ്മയെ സംബന്ധിച്ച് മറ്റു വിവരങ്ങളും നമ്മൾ ധ്യാന വിഷയമാക്കുന്നതിന് മുമ്പ് ബൈബിളിൽ നിന്ന് ഒരു ഭാഗം വായിക്കട്ടെ. യോഹന്നാൻ എഴുതിയ സുവിശേഷം അധ്യായം 19 തിരുവചനങ്ങൾ 25 മുതൽ 27 വരെ. യേശുവിൻ്റെ കുരിശിനരികെ അവൻ്റെ അമ്മയും അമ്മയുടെ സഹോദരിയും ക്ലോപ്പാസിൻ്റെ ഭാര്യ മറിയവും മഗ്ദലേന മറിയവും നിൽക്കുന്നുണ്ടായിരുന്നു. യേശു തൻ്റെ അമ്മയും താൻ സ്നേഹിക്കുന്ന ശിഷ്യനും അടുത്തു നിൽക്കുന്നത് കണ്ട് അമ്മയോട് പറഞ്ഞു, സ്ത്രീയെ, ഇതാ നിൻ്റെ മകൻ. അനന്തരം അവൻ ആ ശിഷ്യനോട് പറഞ്ഞു, ഇതാ നിൻ്റെ അമ്മ. അപ്പോൾ മുതൽ ആ ശിഷ്യൻ അവളെ സ്വന്തം ഭവനത്തിൽ സ്വീകരിച്ചു. ദൈവവചനമാണ് നാം കേട്ടത്. ആ നിമിഷം മുതൽ ആ ശിഷ്യൻ അവളെ സ്വന്തം ഭവനത്തിൽ സ്വീകരിച്ചു. ആരാണ് ഈ ശിഷ്യൻ എന്ന് തർക്കമുണ്ട്. യോഹന്നാനാണെന്നാണ് പൊതുവേ കരുതപ്പെടുക. യോഹന്നാൻ എന്ന് സുവിശേഷത്തിൽ പേര് പറയുന്നില്ല. യേശു സ്നേഹിച്ച ശിഷ്യൻ എന്നാണ് പറയുന്നത്. യോഹന്നാനായിരിക്കാൻ തീർച്ചയായിട്ടും സാധ്യതയുണ്ട്. പക്ഷേ അതോടൊപ്പം യേശു സ്നേഹിച്ച ശിഷ്യൻ എന്ന പേരിൽ യോഹന്നാൻ്റെ പിന്നിൽ നമ്മളെല്ലാവരുമുണ്ട്. യേശു സ്നേഹിക്കാത്തൊരു ശിഷ്യനില്ല. എല്ലാ ശിഷ്യരെയും യേശു സ്നേഹിച്ചതാണ്. അപ്പോൾ യോഹന്നാൻ എല്ലാ ശിഷ്യരുടെയും ഒരു പ്രതീകമായി നിൽക്കുകയാണ്. ആ പ്രതീകമായി നിൽക്കുന്ന ശിഷ്യനോടാണ് പറയുക, ഇതാ നിൻ്റെ അമ്മ. ഇപ്പോൾ പരിശുദ്ധ കന്യകാമറിയത്തെ യേശു തന്നെ അമ്മയായി നമുക്ക് നൽകിയിരിക്കുന്നു. ഇതാണ് നമ്മുടെ വിചിന്തനത്തിൻ്റെയൊക്കെ തുടക്കം. പരിശുദ്ധ അമ്മയെക്കുറിച്ച് രണ്ട് വ്യത്യസ്ത കാഴ്ചപ്പാടുകൾ ഇന്ന് നിലനിൽക്കുന്നുണ്ട്. കത്തോലിക്ക സഭയിലും മറ്റ് സഭകളിലും, പ്രത്യേകിച്ച് പ്രോട്ടസ്റ്റൻ്റ് പെന്തക്കോസ്ത് സഭകളിലും. പ്രോട്ടസ്റ്റൻ്റ് സഭകൾ പൊതുവേ മറിയത്തിന് കാര്യമായ പ്രാധാന്യമൊന്നും കൊടുക്കുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. അധിക പങ്കും പല പെന്തക്കോസ്ത് സഭകളും മാതാവിനെ എന്തോ ഒരു ശത്രുവായി കണക്കാക്കുന്നത് പോലെ തോന്നും. കത്തോലിക്കർ മാതാവിനെ ആരാധിക്കുന്നു, മാതാവിനെ ദൈവത്തിൻ്റെ തന്നെ ഭാഗമാക്കി മാറ്റുന്നു. അതേസമയം മറിയത്തിന് യാതൊരു സ്ഥാനവും സഭയിൽ ഉണ്ടാകേണ്ടതല്ല, ബൈബിളിൽ ഒരു പ്രാധാന്യം കൊടുക്കുന്നില്ല എന്ന ഒരു കാഴ്ചപ്പാട് നിലനിൽക്കുന്നുണ്ട് പല ക്രിസ്തീയ സഭാ സമൂഹങ്ങളുടെയും ഇടയിൽ. പ്രധാനമായിട്ടും യോഹന്നാൻ്റെ സുവിശേഷത്തെ ആസ്പദമാക്കിയാണ് ഒരു ഇപ്രകാരം ഒരു നിലപാട് സ്വീകരിക്കുന്നത്. യോഹന്നാൻ്റെ സുവിശേഷത്തിൽ യേശു ഒരിക്കൽ പോലും തന്നെ അമ്മയെ അമ്മേ എന്ന് വിളിക്കുന്നില്ല. 2 തവണ മാത്രമേ യോഹന്നാൻ സുവിശേഷത്തിൽ പരിശുദ്ധ കന്യകാമറിയം പ്രത്യക്ഷപ്പെടുന്നുള്ളൂ. ഒന്ന് കാൽവരിയിലും മറ്റത് കാനായിലും. 2 സ്ഥലത്തും യേശു അമ്മയെ സ്ത്രീയെ എന്നാണ് വിളിക്കുക. അപ്പോൾ സ്ത്രീയെ എന്ന് വിളിച്ച് തള്ളിപ്പറഞ്ഞ ഒരാളെ എന്തുകൊണ്ട് കത്തോലിക്കർ എത്രമാത്രം വലിയ ആദരവോടുകൂടി ആരാധനാഭാവത്തോടുകൂടി സ്വീകരിക്കുന്നു എന്ന് മനസ്സിലാകുന്നില്ല എന്നാണ് പലരും പറയുക. അതുകൊണ്ട് മാതാവിനെ അവഹേളിക്കുക എന്നുള്ളത് എന്തോ ഒരു ഫാഷനായി കണക്കാക്കുന്ന ക്രിസ്ത്യാനികളുമുണ്ട്. ഇപ്പോൾ യേശു തന്നെ തള്ളിപ്പറഞ്ഞതാണല്ലോ, പിന്നെ എന്തിനാണ് അമ്മയെ? അപ്പോൾ യേശുവാണ് ഏക മധ്യസ്ഥൻ, പിന്നെ വേറെ മധ്യസ്ഥനെ നമുക്ക് ആവശ്യമില്ല. ദൈവത്തിനും മനുഷ്യനും മധ്യേ യേശു ക്രിസ്തു എന്ന മനുഷ്യനായി അവതരിച്ച യേശു ക്രിസ്തു അല്ലാതെ മറ്റൊരു മധ്യസ്ഥനില്ല. അതുകൊണ്ട് മറിയത്തിൻ്റെ മാധ്യസ്ഥത്തിൻ്റെ ആവശ്യമില്ല, മറിയത്തിൻ്റെ എന്നല്ല ഒരു വിശുദ്ധൻ്റെയും മാധ്യസ്ഥം ആവശ്യമില്ല എന്ന് വാദിക്കുന്ന ക്രിസ്ത്യാനികളുമുണ്ട്. തുടക്കത്തിലേ ഒന്ന് പറയട്ടെ, അമ്മയെ അവഹേളിക്കുന്നതും മകനെയും അവഹേളിക്കുന്ന കാര്യം മറക്കാതിരിക്കുക. ഏതായാലും ദൈവം തിരഞ്ഞെടുത്ത ഒരു വ്യക്തിയാണ് ഈ അമ്മ. ഈ അമ്മയിലൂടെയാണ് മകൻ ഭൂമിയിലേക്ക് വന്നത്. അവൾ ഗർഭത്തിൽ സ്വീകരിച്ചതും മുലയൂട്ടി വളർത്തിയതും ഈ മകനെ അമ്മയാണ്. ആ അമ്മയെ തള്ളിപ്പറയുന്ന ഒരു വ്യക്തി, അമ്മയെ സ്ത്രീയെ എന്ന് വിളിച്ച് അവഹേളിക്കുന്ന ഒരു വ്യക്തിയാണ് യേശുവെങ്കിൽ ആ യേശുവിനെ ഒരിക്കലും സ്വീകരിക്കാൻ നമുക്ക് സാധിക്കുകയില്ല. അമ്മയെ അവഹേളിക്കുന്നവനെങ്ങനെ ദൈവമാകാൻ സാധിക്കും, ദൈവത്തിൻ്റെ മകനാകാൻ സാധിക്കും? ഒരു സാധാരണ മനുഷ്യൻ പോലും ചെയ്യാത്തതാണ്. വളരെ വ്യക്തമായിട്ടുള്ള പ്രമാണമുണ്ട്. 4-ാം പ്രമാണം ബൈബിളിൽ. മാതാവിനെയും പിതാവിനെയും ബഹുമാനിക്കുക. ഏക വാഗ്ദാനമുള്ള പ്രമാണം കൂടിയാണെന്ന് ഓർക്കണം. നല്ല പ്രായത്തോളം ഞാൻ തരുന്ന ദേശത്ത് ദീർഘകാലം നീ ജീവിച്ചിരിക്കുന്നതിന് വേണ്ടി നിൻ്റെ മാതാവിനെയും പിതാവിനെയും ബഹുമാനിക്കുക. മാതാവിനെയും പിതാവിനെയും ബഹുമാനിക്കുന്നവൻ കൊല്ലപ്പെടണമെന്നാണ് പറയുക. മാതാവിനെ അവഹേളിക്കുന്നവൻ്റെ കണ്ണ് മലങ്കാക്ക കൊത്തിപ്പറിക്കട്ടെ എന്നൊക്കെ പറയുന്ന ബൈബിൾ ഭാഗങ്ങളുണ്ട്. അപ്പോഴേ ഏതെങ്കിലും ഒരു മകൻ അമ്മയെ അവഹേളിക്കുന്നു എന്ന് പറയുകയാണെങ്കിൽ തീർച്ചയായിട്ടും അത് ദൈവികമെന്ന് പോട്ടെ, മാനുഷികമായിട്ട് പോലും നമുക്ക് സ്വീകരിക്കാൻ സാധിക്കുന്നത്. അതുകൊണ്ട് ആദ്യമേ ഓർക്കണം, യേശുവിൻ്റെ അമ്മയാണ് ഈ കന്യക മറിയം. ഈ മറിയത്തെ യേശു ഒരിക്കലും അവഹേളിക്കുകയില്ല, തള്ളിപ്പറയുകയുമില്ല. അങ്ങനെ ഒരു സംഭവം ബൈബിളിലുണ്ടെങ്കിൽ അത് നമ്മൾ വിശദമായിട്ട് പഠിക്കേണ്ടതുണ്ട്. അരവൈദ്യനാളെ കൊല്ലുമെന്ന് പറയാറുണ്ട്. അല്പം മുറിയും ഒക്കെ അവിടുന്ന് ഇവിടുന്നൊക്കെ ബൈബിൾ വായിച്ചെടുത്തിട്ട് ഇതാണ് ബൈബിളിൻ്റെ സന്ദേശം എന്ന് പറഞ്ഞ് ആളുകൾ തെറ്റിദ്ധരിക്കപ്പെടുകയും ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തീർച്ചയായിട്ടും മാതാവിനെക്കുറിച്ച് ബൈബിൾ പറയുന്നത് എന്താണെന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കേണ്ടതുണ്ട്. മറുഭാഗത്തു നിന്ന് ചില കത്തോലിക്ക വിശ്വാസികളുടെ വിശ്വാസം പലപ്പോഴും അതിരുകളെ ലംഘിക്കുന്നത് പോലെ തോന്നും.
ഒരു ഭാഗത്തു നിന്ന് മറിയത്തെ ഒരു പ്രാധാന്യമില്ലാതായി കണക്കാക്കുമ്പോൾ മറുഭാഗത്തു നിന്ന് മറിയത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വ്യക്തിയായി കണക്കാക്കി ദൈവതുല്യയാക്കി അഥവാ ദൈവത്തിൻ്റെ ഒരു ഭാഗമായി കണക്കാക്കുന്ന പോലെയും തോന്നും. പരിശുദ്ധ ത്രിത്വം എന്നാണ് പറയുക, പക്ഷേ മാതാവിനെ ത്രിത്വത്തിൻ്റെ തന്നെ ഒരു ഭാഗമായി ഒരു ചതുർത്ഥി പോലെ ഉണ്ടാക്കുന്ന പോലെ ചിലപ്പോൾ തോന്നാം. ദൈവത്തിൻ്റെ അരൂപി വന്നവളാണ്. പക്ഷേ ചില വ്യക്തികളുടെ സംസാരവും പ്രാർത്ഥനയും ചിന്തകളും ഒക്കെ കാണുമ്പോൾ മറിയം തന്നെ ദൈവമാണ്, മറിയം തന്നെയാണ് രക്ഷക, സർവശക്തയാണ് എന്നൊക്കെ പറയുന്ന ഒരു സൂചനയുണ്ടാവും. ഒരു പരിധി കടന്ന് ഇതിനെ മരിയോ ലാത്രി എന്ന് പറയും, മരി ആരാധന പോലെ ആയിത്തീരുന്നു. മാതാവ് ആരാധിക്കപ്പെടേണ്ട വ്യക്തിയല്ല, ആരാധിക്കാൻ സാധിക്കുകയില്ല. ആരാധന ദൈവത്തിന് മാത്രമേ ഉള്ളൂ. ആദ്യമേ അറിഞ്ഞിരിക്കേണ്ടത് സഭ പഠിപ്പിക്കുന്നതും ബൈബിൾ പഠിപ്പിക്കേണ്ടതും ആദ്യത്തെ പാഠം മറിയം ദൈവമല്ല, മനുഷ്യ വ്യക്തിയാണ്. അത് നമ്മൾ അടിവരയിട്ട് ഉറപ്പിച്ചേ മതിയാവും. മറിയം ദൈവമല്ല. ദൈവമാതാവെന്ന് വിളിക്കുന്നെങ്കിലും അത് പ്രത്യേകമായ അർത്ഥമുണ്ട്. ദൈവമായതുകൊണ്ടല്ല ദൈവമാതാവാകുക. മറിയം ദൈവമല്ല. മറിയം പരിശുദ്ധ ത്രിത്വത്തോട് സമത്വമുള്ള ഒരു വ്യക്തിയല്ല. രണ്ടാമത്തെ കാര്യം, മറിയം സാധാരണ മറ്റു മനുഷ്യ വ്യക്തികൾ ജനിച്ചതുപോലെ ജനിച്ച ഒരു മനുഷ്യ വ്യക്തിയാണ്. മറിയം പൂർണ്ണമായ ഒരു മനുഷ്യ വ്യക്തിയാണ്, ദൈവമല്ല. അവൾ ജനിച്ചതും മാതാപിതാക്കന്മാരിൽ നിന്നാണ്. മാതാപിതാക്കന്മാരുടെ ലൈംഗിക ബന്ധത്തിൽ നിന്ന് ജനിച്ച ഒരു സാധാരണ സ്ത്രീയാണ് മറിയം. അവളുടെ ജന്മത്തിൽ പ്രത്യേകതയുണ്ട്. ഉത്ഭവഭാവമില്ലാതെ ജനിച്ചവളാണ് മാതാവിൻ്റെ അമലോത്ഭവം. പക്ഷേ മറ്റ് എല്ലാ മനുഷ്യരും ജനിക്കുന്നത് പോലെ ജനിച്ച ഒരു വ്യക്തിയാണ് ഈ മറിയം. മൂന്നാമത്തെ കാര്യം ഓർത്തിരിക്കേണ്ടത്, ഈ മാതാവ് ജനിക്കുന്നതിന് മുമ്പ് ഏതോ ഒരു രൂപത്തിലുണ്ടായിരുന്നു എന്ന ചിന്തയും നമുക്ക് സ്വീകാര്യമല്ല. സഭ പഠിപ്പിക്കുന്നില്ല. ഒരു പ്രീ എക്സിസ്റ്റൻറ്റ് മേരി. ചിലർ പറയും ജ്ഞാനഗ്രന്ഥത്തിലെ ജ്ഞാനമെന്ന് വിശേഷിപ്പിക്കുന്ന മാതാവിനെക്കുറിച്ചാണ്. സൃഷ്ടികൾക്കെല്ലാം മുമ്പേ സൃഷ്ടിക്കപ്പെട്ടവനാണ്. സൃഷ്ടിക്കപ്പെട്ടവൾ ഒരു സ്ത്രീവചനത്തിലാണ് ജ്ഞാനത്തെക്കുറിച്ച് പറയും. ജ്ഞാനത്തെക്കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ സഭ സുഭാഷിതങ്ങളിലും അതുപോലെ തന്നെ ജ്ഞാനത്തിൻ്റെ പുസ്തകത്തിലും പ്രഭാഷകങ്ങളിലും ഒക്കെ കാണും. ഇപ്പോൾ ഇങ്ങനെ ജനിക്കുന്നതിന് മുൻപേ ഉണ്ടായിരുന്നു, ലോക സൃഷ്ടിക്ക് മുമ്പ് തന്നെ ഉണ്ടായിരുന്നല്ലേ, ലോകത്തിൽ ആദ്യത്തെ സൃഷ്ടിയായി സൃഷ്ടിക്കപ്പെട്ടതാണ് മറിയം. ഇങ്ങനെ മുൻകൂർ ജന്മം നൽകിയ മറിയത്തെ പിന്നീട് കാലത്തിൻ്റെ പൂർണ്ണതയിൽ യോവാക്കിം അന്ന ദമ്പതികളുടെ മകളായി ജനിക്കാൻ അനുവദിച്ചു, തൻ്റെ പുത്രന് മാതാവാകുന്നതിന് വേണ്ടി എന്ന പഠനം കത്തോലിക്കാ സഭയുടെ ഔദ്യോഗികമായ പഠനമല്ല. കത്തോലിക്കാ സഭ ഔദ്യോഗികമായി പഠിപ്പിക്കുന്നില്ല മാതാവ് ജനിക്കുന്നതിന് മുമ്പേ ജീവിച്ചിരുന്ന ഒരു വ്യക്തിയാണെന്ന്. അപ്പോൾ ഇത് നമ്മൾ കൃത്യമായിട്ട് ഓർക്കുക. മാതാവ് ദൈവമല്ല, മാതാവിനെ ആരാധിക്കുന്നില്ല, മാതാവിനൊരു മുൻ അസ്തിത്വവും ഉണ്ടായിരുന്നില്ല. പിന്നെ ആരാണ് മാതാവ്? ഒരു സാധാരണ മനുഷ്യ വ്യക്തിയാണ്, ഒരു സ്ത്രീയാണ് അതിൻ്റെ പൂർണ്ണമായ അർത്ഥത്തിൽ. പക്ഷേ ഈ സ്ത്രീയുടെ പേരിൽ ദൈവത്തിന് പ്രത്യേക പദ്ധതി ഉണ്ടായിരുന്നു, അതിനുവേണ്ടി അവൾ ഒരുക്കുകയും ചെയ്തു. ഇത് ആമുഖമായി പറഞ്ഞതിന് ശേഷം നമുക്ക് ബൈബിളിലേക്ക് കിടക്കാം. ബൈബിളിൽ പഴയ നിയമത്തിൽ ചില പ്രതീകങ്ങളുണ്ട്. പ്രതീകങ്ങളെ യാഥാർത്ഥ്യമായി നമ്മൾ തെറ്റിദ്ധരിക്കരുത്. പ്രതീകം വരാൻ പോകുന്നൊരു സൂചനയാണ്. നമ്മൾ യേശുവിൻ്റെ പ്രതീകമാണ് യസ്ഹാക്ക് എന്ന് പറഞ്ഞാൽ യേശു മുൻകൂർ ഇസഹാക്കായി ജനിച്ചു എന്ന് ജീവിച്ചു എന്നും അർത്ഥം ഉണ്ടാവുന്നില്ല. യേശുവിനെ പുതിയ മോശ എന്ന് പറയുമ്പോൾ മോശയിൽ യേശു ഉണ്ടായിരുന്നു പറയുന്നതിന് അർത്ഥമില്ല. മോശയിലൂടെ സംഭവിച്ചു യേശു സംഭവിക്കാൻ പോകുന്നതിൻ്റെ ഒരു സൂചനയാണ്, മുന്നോടിയാണ് എന്ന് പറയുന്നതുപോലെ മാതാവിനെക്കുറിച്ചുള്ള ചില മുൻ സൂചനകൾ, ചില പ്രവചനങ്ങൾ നമ്മൾ ബൈബിളിൽ കാണും. ആദ്യത്തേത് ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം 15-ാമത്തെ വാക്യമാണ്. സർപ്പത്തിന് കൊടുക്കുന്ന ശിക്ഷയിൽ ആദ്യ സുവിശേഷം അഥവാ പ്രോട്ടോ എവങ്കേലിയം, ദ ഫസ്റ്റ് ഗോസ്പൽ എന്ന് വിശേഷിപ്പിക്കുന്ന ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം 15-ാമത്തെ വാക്യത്തിൽ സ്ത്രീയെക്കുറിച്ച് പറയുന്നുണ്ട്. സർപ്പത്തോട് പറയും, നീ ഇത് ചെയ്തതുകൊണ്ട് നീ ഭൂമുഖത്തെ എല്ലാ സൃഷ്ടികളിലും ശപിക്കപ്പെട്ടതായിരിക്കും. നീയും സ്ത്രീയും തമ്മിലും നിന്റെ സന്തതിയും അവളുടെ സന്തതിയും തമ്മിലും ഞാൻ ശത്രുത ഉളവാക്കും. അവൻ നിന്റെ തല തകർക്കും. അവൻ നിന്റെ തല തകർക്കും. സ്ത്രീയല്ല, സ്ത്രീ ജനിക്കുന്നവനാണ് തല തകർക്കുന്നത്. ഇത് പിന്നീട് തർജ്ജമ ചെയ്ത ലത്തീനിലേക്ക് വുൾഗാത്ത എന്ന ലത്തീൻ തർജ്ജമ ചെയ്ത വിശുദ്ധ ജെറോം അവൻ എന്നുള്ളത് അവൾ എന്നായി തർജ്ജമ ചെയ്തു. അങ്ങനെ മാതാവിൻ്റെ അമലോത്ഭവത്തിൻ്റെ ഒരു തെളിവായി ഉൽപ്പത്തി പുസ്തകം 3-ാം അധ്യായം 15-ാമത്തെ വാക്യം ഉപയോഗിക്കാൻ തുടങ്ങി. അപ്പോൾ മറിയമാണ് ഈ സർപ്പത്തിൻ്റെ തല തകർത്തത് എന്ന ഒരു ചിന്ത കടന്നു വന്നു. പക്ഷേ അത് ബൈബിളിൻ്റെ ഒറിജിനലുള്ളതല്ല. മറിയമല്ല സർപ്പത്തിന് തല തകർക്കുന്നത്. സർപ്പത്തിന് തല തകർക്കുന്നത് മറിയത്തിന് സന്തതിയായ യേശുവാണ്. മനുഷ്യനായി അവതരിച്ച ദൈവത്തിൻ്റെ വചനമാണ് തിന്മയുടെ മേൽ ആധിപത്യം സ്ഥാപിക്കുന്നത്, വിജയം വരിക്കുന്നത്. ആ വിജയത്തിൽ മറിയം പങ്കുകാരിയായി എന്ന് മാത്രമേ അർത്ഥമാകുന്നുള്ളൂ. മറിയത്തെ രക്ഷകയായിട്ടല്ല കണക്കാക്കുക. രക്ഷകൻ ഒരുവൻ മാത്രമേ ഉള്ളൂ, യേശുവാണ്. മറിയത്തെ സഹരക്ഷക എന്ന് വിശേഷിപ്പിക്കുമ്പോൾ പോലും സഭ പ്രത്യേകമായ ഒരു മുൻകരുതൽ എടുക്കുന്നുണ്ട്. യേശുവിനെ പോലെ അല്ല, യേശുവിനോട് ചേർന്ന് നിന്നതുകൊണ്ടാണ് മറിയം സഹരക്ഷകയായി തീരുക. അഥവാ രക്ഷണീയ കർമ്മത്തോട് ഏറ്റവും കൂടുതൽ അടുത്ത് സഹകരിച്ച ഇടപെട്ട വ്യക്തിയാണ്. ഇതാ കർത്താവിന് ദാസി, നിൻ്റെ വചനം ഇത് നിറവേറട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ദൈവത്തിൻ്റെ വചനത്തിന് സ്വയം സമർപ്പിക്കുന്നതോടുകൂടി രക്ഷണീയ കർമ്മം യാഥാർത്ഥ്യമായി തീരുന്നു. ആ യേശുവിനോട് ചേർന്ന് അവസാനം വരെ കുരിശൻ ചുവട്ടിൽ വരെ നിന്ന ആ മറിയം യേശുവിനോട് ചേർന്ന് നിന്നു. അങ്ങനെ യേശുവിൻ്റെ രക്ഷണീയ കർമ്മത്തിൽ ആദ്യമേ പങ്കുചേർന്നവളാണ്, യേശുവിനോട് കൂടി നിന്നവൾ.
അതിന് പേരിൽ സഹരക്ഷക എന്ന് പറയാം. രക്ഷ യേശുവിൽ നിന്ന് മാത്രമാണ് വരിക. രണ്ടാമത്തെ പ്രധാന ബൈബിൾ ഭാഗം യേശയ്യായുടെ പുസ്തകം 7-ാം അധ്യായം 14-ാമത്തെ വാക്യമാണ്. വരാനിരിക്കുന്ന രക്ഷകനെക്കുറിച്ചുള്ള പ്രവചനം ഇപ്രകാരമാണ് പറയുക: കന്യക ഗർഭം ധരിച്ച് ഒരു പുത്രനെ പ്രസവിക്കും, അവൻ എമ്മാനുവേൽ എന്ന് വിളിക്കപ്പെടും. കന്യക എന്നത് പിൽക്കാലത്തുണ്ടായൊരു വിവർത്തനമാണ്. അൽമ എന്നതാണ് ഹീബ്രു വാക്ക്. അൽമ എന്ന ഹീബ്രു വാക്കിന് വിവാഹപ്രായമായ ഋതുമതിയായ ഗർഭധാരണ ശേഷിയുള്ള ഒരു സ്ത്രീ എന്നേ അർത്ഥമുള്ളൂ. അത് കന്യകയാകാം, കന്യക അല്ലാതിരിക്കാം, ഭർത്തൃമതിയോ ഭർത്തൃമതി അല്ലാതിരിക്കാം, വിവാഹം കഴിക്കാനും കുഞ്ഞുങ്ങൾക്ക് ജന്മം നൽകാനും പ്രായമായ ഒരു സ്ത്രീ, അതിന് യുവതി എന്ന് വിശേഷിപ്പിക്കാം. അതുകൊണ്ടാണ് POC ബൈബിളിൽ യുവതി എന്ന് വിവർത്തനം ചെയ്ത് അതിനെതിരെ ഒരുപാട് തർക്കങ്ങളും ഒരുപാട് കോലാഹലങ്ങളും ഉണ്ടായി. എ മെയ്ഡൻ, എ യങ് മെയ്ഡ്, എ മെയ്ഡൻ ഷാൽ കൺസീവ്. ഇപ്പോൾ വിവാഹം കഴിച്ചവളാണോ, അവൾ ലൈംഗിക ബന്ധത്തിലൂടെയാണോ എന്നൊന്നും ഇവിടെ പറയുന്നില്ല. ഒരു യുവതി ഗർഭം ധരിക്കും. പക്ഷേ പിൽക്കാലത്ത് ഈ പ്രവചനം ഒരു കന്യാജനനമായി വ്യാഖ്യാനിക്കപ്പെടാൻ തുടങ്ങി. അത് ഗ്രീക്ക് തർജ്ജിമയായ 3-ാം നൂറ്റാണ്ട് പകുതിയോടുകൂടി വന്ന സെപ്റ്റുവജിൻ്റ് എന്നറിയപ്പെടുന്ന, സപ്തതി എന്നറിയപ്പെടുന്ന ഗ്രീക്ക് തർജ്ജിമയിലേക്ക് വന്നപ്പോൾ യേശയ്യായുടെ പുസ്തകം 7-ാം അധ്യായം 14-ാമത്തെ വാക്യം അൽമ എന്ന ഹീബ്രു പദം പർത്തേനോസ് എന്ന ഗ്രീക്കുമായിട്ട് വിവർത്തനം ചെയ്തു. പർത്തേനോസ് എന്ന് പറഞ്ഞാൽ കന്യക എന്നാണ് അർത്ഥം. ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടിട്ടില്ലാത്ത ഒരു സ്ത്രീ എന്നാണ് അർത്ഥമാവുക. അതാണ് പിന്നീട് പുതിയ നിയമത്തിൽ എടുക്കുക. അപ്പോഴേ മറിയത്തിൻ്റെ കന്യാത്വവും യേശുവിൻ്റെ കന്യാജനനവും ഇപ്രകാരം മുൻകൂറായി പ്രവചിച്ചിരിക്കുന്നു യേശയ്യായുടെ പുസ്തകം 7-ാം അധ്യായം 14-ാമത്തെ വാക്യത്തിൽ. പിന്നെ നമ്മൾ കാണുന്ന മറ്റു പ്രതീകങ്ങളുണ്ട്. ദീർഘമായി ഞാൻ അതിലേക്ക് കടന്നു പോകുന്നില്ല. സിയോൻ കന്യക എന്ന് പറയുന്ന പ്രതീകമുണ്ട്. സിയോൻ കന്യക ജെറൂസലത്തിൻ്റെ അഥവാ ഇസ്രായേലിൻ്റെ തന്നെ പ്രതീകമാണ്. പക്ഷേ ഇസ്രായേലിനെ ഒരു മാതാവായി, ചിലപ്പോൾ ഒരു കന്യകയായി, ദൈവത്തിൻ്റെ വധുവായി, ജനത്തിൻ്റെ അമ്മയായി ഒക്കെ ചിത്രീകരിക്കുന്ന പ്രതീകമുണ്ട്. ആ പ്രതീകവും മറിയത്തിന് പിന്നീട് ആരോപിക്കുകയുണ്ടായി. ഉടമ്പടിയുടെ പേടകം, ഉദാഹരണത്തിന് വാഗ്ദാനത്തിൻ്റെ പേടകം, അത് ഉടമ്പടിയുടെ പേടകം, ഉടമ്പടിയുടെ പ്രമാണപ്പലകകൾ സൂക്ഷിച്ചിരുന്ന പേടകം, ഉടമ്പടിയുടെ വചനമായ യേശുവിനെ സൂക്ഷിച്ച പേടകമായി മറിയമായി ചിത്രീകരിക്കുന്നു. അപ്പോൾ പേടകത്തെ മറിയത്തിൻ്റെ ഒരു മുന്നോടിയായി, ഒരു പ്രതീകമായി കാണാറുണ്ട്. വാഗ്ദാനത്തിൻ്റെ പേടകമേ അഥവാ ഉടമ്പടിയുടെ പേടകമേ എന്നൊക്കെ പറയുക. മറിയത്തെ പുലർകാല നക്ഷത്രമായി ചിത്രീകരിക്കാറുണ്ട്. പുലർകാല നക്ഷത്രം സൂര്യൻ വരുന്നു എന്നുള്ളൊരു സൂചനയാണ്. ബൈബിളിൽ കൃത്യമായിട്ട് പുലർകാല നക്ഷത്രം യേശുവിനെക്കുറിച്ചാണ് പറയുന്നതെങ്കിലും സഭാ പാരമ്പര്യത്തിൽ രക്ഷകൻ വരാൻ പോകുന്നു എന്നതിന് മുന്നോടിയായി, രക്ഷകനായ സൂര്യൻ പ്രത്യക്ഷപ്പെടുന്നതിന് മുന്നോടിയായി പുലർകാല നക്ഷത്രം ഉദിക്കുന്നത് പോലെ മറിയത്തെ പുലർകാല നക്ഷത്രം എന്ന് വിശേഷിപ്പിക്കാറുണ്ട്. ഇങ്ങനെ പല പ്രതീകങ്ങളും. പക്ഷേ ബൈബിളിൽ കൃത്യമായിട്ട് കടന്നു വരുമ്പോൾ നമ്മൾ കാണുന്നത് സുവിശേഷങ്ങളിലാണ്. സുവിശേഷങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നമ്മളൊരു പ്രത്യേകത കാണും. മർക്കോസ് എഴുതിയ സുവിശേഷത്തിൽ മാതാവിനെക്കുറിച്ച് കാര്യമായിട്ട് ഒന്നും തന്നെ പറയുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. 2-3 തവണ പരാമർശിക്കുന്നുണ്ട്. ആദ്യത്തെ പരാമർശം ഒരുപക്ഷെ അത്ര തന്നെ പോസിറ്റീവായിട്ട് തോന്നുകയില്ല. യേശുവിനെ കാണാനായി എൻ്റെ അമ്മയും സഹോദരങ്ങളും കൂടി കടന്നു വരുമ്പോൾ ശിഷ്യന്മാർ പറയും, ഇതാ നിൻ്റെ അമ്മയും നിൻ്റെ സഹോദരങ്ങളും നിന്നെ കാണാൻ പുറത്ത് കാത്തു നിൽക്കുന്നു. യേശു ചോദിക്കും, ആരാണ് എൻ്റെ അമ്മ, ആരാണ് എൻ്റെ സഹോദരങ്ങൾ? അമ്മയാരാണെന്ന് മറന്നുപോയോ? പക്ഷേ അതിന് കൊടുക്കുന്ന വിശദീകരണമുണ്ട്. എൻ്റെ പിതാവിൻ്റെ ഹിതം നിർവഹിക്കുന്നവരാരോ, അല്ലെങ്കിൽ എൻ്റെ വചനമനുസരിച്ച് ജീവിക്കുന്നവരാരോ, അവരാണ് എൻ്റെ അമ്മയും സഹോദരനും സഹോദരിയും. അപ്പോഴൊരു ശാരീരികമായ ബന്ധത്തിനപ്പുറത്തുള്ള ഒരു ബന്ധം യേശു എടുത്തു കാണിക്കുകയാണ്. എൻ്റെ അമ്മ എൻ്റെ ദൈവത്തിൻ്റെ വചനം സ്വീകരിക്കുന്നവളാണ്. അതുപോലെ വചനം സ്വീകരിക്കുന്ന എല്ലാവർക്കും എൻ്റെ അമ്മയാവാൻ സാധിക്കും. അപ്പോൾ മറിയം അമ്മയാണ്. അതോടൊപ്പം ഈ മാതൃത്വം ശാരീരികമായ ബന്ധത്തിനപ്പുറത്ത് ദൈവവചനത്തോടുള്ള ബന്ധമായി യേശു എടുത്തു കാണിക്കുകയാണ്. രണ്ടാമത്തെ മർക്കോസ് സുവിശേഷം 6-ാമത്തെ അധ്യായത്തിലാണ്. 6-ാമത്തെ അധ്യായത്തിൽ യേശുവിൻ്റെ സഹോദരങ്ങളെക്കുറിച്ച് പരാമർശമുണ്ട്. ഇതുകൊണ്ട് പല പ്രോട്ടസ്റ്റൻ്റ് പെന്തക്കോസ്ത് സഭാ വിഭാഗങ്ങളും മറിയത്തിന് വേറെ മക്കളുണ്ടായിരുന്നു, മറിയത്തിനും ജോസഫിനും വേറെ മക്കളുണ്ടായിരുന്നു എന്ന് വാദിക്കുന്നവരുണ്ട്. വാക്യം ഇതാണ്. മർക്കോസ് സുവിശേഷം 6-ാമത്തെ അധ്യായം 3-ാമത്തെ വാക്യം: ഇവൻ മറിയത്തിൻ്റെ മകനും യാക്കോബ്, യോസെ, യൂദാസ്, ശിമിയോൻ എന്നിവരുടെ സഹോദരനുമായ മരപ്പണിക്കാരനല്ലേ? അപ്പോൾ ഇവൻ്റെ സഹോദരിമാരും നമ്മുടെ കൂടെ ഇവിടെയില്ലേ? മറിയത്തിൻ്റെ മക്കളായിട്ട് എടുത്തു കാണിക്കാവുന്നത് യാക്കോബ്, യോസെ, യൂദാ, ശിമിയോൻ, 4 പുത്രന്മാരും മിനിമം 2 പുത്രിമാരും. ഇപ്പോൾ യേശു അടക്കം മിനിമം 7 മക്കളെങ്കിലും മറിയത്തിനുണ്ടായിരുന്നു എന്നാണ് വാദിക്കുക. പക്ഷേ ആ വാദത്തിന് ഒരു കഴമ്പുമില്ല എന്നുള്ളതാണ് വാസ്തവം. സഹോദരൻ സഹോദരി എന്ന് പറയുന്നതുകൊണ്ട് ഒരേ ഉദരത്തിൽ ജനിച്ചവരായിരിക്കണം എന്നില്ല. ഇവിടെ സഹോദരൻ എന്ന് പറയുന്ന യാക്കോബ്, യോസയെക്കുറിച്ചൊക്കെ മർക്കോസ് തന്നെ പിന്നീട് പരാമർശിക്കുന്നുണ്ട്. 15-ാമത്തെ അധ്യായം 40-ാമത്തെ വാക്യത്തിൽ. 15-ാമത്തെ അധ്യായം 40-ാം വാക്യം ഇപ്രകാരമാണ് കാണുക: ഇതെല്ലാം കണ്ടുകൊണ്ട് ദൂരെ കുറെ സ്ത്രീകൾ നിന്നിരുന്നു. മഗ്ദലേന മറിയവും യോസയുടെയും ചെറിയ യാക്കോബിൻ്റെയും അമ്മയായ മറിയവും. ഇവിടെ പറഞ്ഞ യാക്കോബ്, യോസെ മറിയത്തിൻ്റെ മക്കളാണെന്ന് പറയുമ്പോൾ അത് യേശുവിൻ്റെ അമ്മയായ മറിയമല്ല, മറ്റൊരു മറിയമാണ്. ആരാണ് മറിയം? യേശുവിൻ്റെ കസിൻസ് ആണെന്ന് കണക്കാക്കപ്പെടാറുണ്ട്. ജോസഫിൻ്റെ സഹോദരിയായിരിക്കാം. ഏതായാലും യോസയുടെയും യാക്കോബിൻ്റെയും അമ്മ മറിയം യേശുവിൻ്റെ അമ്മയായ മറിയമല്ല. ഇവരെക്കുറിച്ച് 16-ാം അധ്യായം മർക്കോസ് 16-ാം അധ്യായം 1-ാമത്തെ വാക്യത്തിൽ വീണ്ടും പറയുന്നു: സാബത്ത് കഴിഞ്ഞപ്പോൾ മഗ്ദലേന മറിയവും യാക്കോബിൻ്റെ അമ്മയായ മറിയവും സലോമിയും.
അത് യേശുവിൻ്റെ അമ്മയല്ല. അപ്പോൾ യേശുവിൻ്റെ സഹോദരങ്ങൾ എന്ന് പറഞ്ഞതുകൊണ്ട് യോസഫിനും മറിയത്തിനും വേറെ മക്കളുണ്ടായിരുന്നു എന്ന ഒരു നിഗമനം ശരിയല്ല. അതിന് ബോധബലകമായി എടുത്തു കാണിക്കുന്ന മറ്റൊരു വാക്യമുണ്ട്. മത്തായി എഴുതിയ സുവിശേഷം 1-ാമത്തെ അധ്യായത്തിൽ യേശുവിൻ്റെ ജനനത്തെക്കുറിച്ച് പറയുമ്പോൾ ഇപ്രകാരമാണ് ഇത് രേഖപ്പെടുത്തിയിരിക്കുന്നത്. 1-ാമത്തെ അധ്യായം 25-ാമത്തെ വാക്യം. പുത്രനെ പ്രസവിക്കുന്നതുവരെ അവളെ അവൻ അറിഞ്ഞില്ല. പുത്രനെ പ്രസവിക്കുന്നതുവരെ അവളെ അവൻ അറിഞ്ഞില്ല എന്ന് പറയുമ്പോൾ അതിനുശേഷം അറിഞ്ഞു എന്ന സൂചനയുണ്ട് എന്നാണ് വ്യാഖ്യാതാക്കൾ പലതും കരുതുക. മരിക്കുന്നവരെ കുടിച്ചില്ല എന്ന് പറഞ്ഞാൽ മരണത്തിന് ശേഷം കുടിയായിരുന്നു എന്ന് അർത്ഥമാകുന്നില്ല. അതുവരെ എന്ന് പറഞ്ഞാൽ അതിനുശേഷം എന്ത് സംഭവിച്ചു എന്ന് സൂചിപ്പിക്കുന്നില്ല. ഇവിടെ മത്തായി എടുത്ത് പറയാൻ ഉദ്ദേശിക്കുന്ന ഒരേ ഒരു കാര്യം, യേശു ജനിച്ചത് കന്യകയിൽ നിന്നാണ്. ഇവിടെ മറിയമോ മറിയത്തിൻ്റെ കന്യാത്വമോ അല്ല, യേശുവിൻ്റെ കന്യാജനനമാണ് മത്തായിയുടെ സുവിശേഷത്തിൽ മുഖ്യമായി നിൽക്കുന്നത്. യേശു ദൈവത്തിൻ്റെ പുത്രനാണ്, ജോസഫ് യേശുവിൻ്റെ വളർത്തുപിതാവ് മാത്രമാണ് എന്ന ഒരു വിശദീകരണമാണ്, അല്ലെങ്കിൽ ഒരു അറിവാണ്, വെളിപാടാണ് നമുക്ക് മത്തായിലും ലൂക്കായിലും കിട്ടുന്നത്. മറിയത്തിൻ്റെ കന്യാകത്വത്തെക്കുറിച്ചുള്ള ഒരു സൂചന ഇവിടെയുണ്ട്. അതിനുശേഷം എന്ത് സംഭവിച്ചു എന്ന് പറയുക സുവിശേഷത്തിൻ്റെ ഭാഗമല്ല. പറയാത്ത കാര്യങ്ങൾ ഉണ്ടായിരുന്നു എന്ന് ഊഹിക്കുന്നതിലും അർത്ഥമില്ല. അപ്പോഴേ മറിയത്തെ സംബന്ധിച്ച് ബൈബിൾ നൽകുന്ന ആദ്യത്തെ പാഠം യേശുവിൻ്റെ അമ്മയാണ്, അവൾ കന്യകയുമാണ്. മർക്കോസിന് സുവിശേഷത്തിൽ ഇത്രയേ കാണുന്നുള്ളൂ. മത്തായിലേക്ക് വരുമ്പോഴേക്കും ഒരു പടി കൂടി കടന്ന് മറിയത്തിൻ്റെ കന്യകാത്വത്തിൽ പ്രാധാന്യം കൊടുക്കുന്നു. യേശുവിൻ്റെ കന്യാജനനം, കന്യകയിൽ നിന്നാണ് യേശു ജനിച്ചത് എന്നതിന് മത്തായി വലിയ ഊന്നൽ കൊടുക്കുന്നുണ്ട്. മത്തായി എഴുതിയ സുവിശേഷത്തിൽ മംഗലവാർത്ത അഥവാ യേശുവിൻ്റെ ജനനം അറിയിക്കപ്പെടുന്നത് മറിയത്തിനല്ല, ജോസഫിനാണ്. അതിന് കാരണമുണ്ട്. മത്തായി എഴുതിയ സുവിശേഷത്തിൽ യേശു ദാവീദിൻ്റെ പുത്രനാണ് എന്ന് എടുത്തു കാണിക്കാൻ പ്രത്യേക താല്പര്യം കാണിക്കുന്നു. കാരണം യഹൂദ ക്രൈസ്തവരെ ഉദ്ദേശിച്ചാണ് സുവിശേഷം എഴുതപ്പെടുന്നത് കരുതുന്നത്. അതുകൊണ്ട് പ്രവചനങ്ങളുടെ പൂർത്തീകരണമാണ് യേശുവിൽ നടക്കുന്നത് എന്ന് എടുത്തു കാണിക്കുക ഈ സുവിശേഷത്തിൻ്റെ പ്രത്യേകതയാണ്. അബ്രാഹത്തിൻ്റെ പുത്രനായ ദാവീദിൻ്റെ പുത്രൻ യേശു ക്രിസ്തുവിൻ്റെ വംശാവലി ഗ്രന്ഥം എന്ന് പറഞ്ഞുകൊണ്ട് ആരംഭിക്കുന്നു. അപ്പോൾ ദാവീദിൻ്റെ പുത്രനാണ് യേശുവെങ്കിൽ യേശുവിൻ്റെ പിതാവ് ദാവീദിൻ്റെ ഗോത്രത്തിൽപ്പെട്ടവനായിരിക്കണം. അങ്ങനെ ഒരു നൈയാമികമായ നിയമാനുസൃതമായ ഒരു പൈതൃകത്തെക്കുറിച്ച് സൂചിപ്പിക്കാൻ വേണ്ടിയാണ് ജോസഫിനെ കുറിച്ച് പറയുക. 1-ാം അധ്യായം 16-ാമത്തെ വാക്യം. യാക്കോബ് മറിയത്തിൻ്റെ ഭർത്താവായ ജോസഫിൻ്റെ പിതാവായിരുന്നു, അവളിൽ നിന്ന് ക്രിസ്തു എന്ന് വിളിക്കപ്പെടുന്ന യേശു ജനിച്ചു. ഇതുവരെ പിതാവിൽ ജനിച്ചതിനെക്കുറിച്ച് പറയും, ഇവിടെ അവസാനം വരുമ്പോൾ മറിയത്തിൽ ജനിച്ചു എന്ന് പറയും. മറിയത്തിൻ്റെ ഭർത്താവായിരുന്നു ജോസഫ്, പക്ഷേ യേശു ജനിച്ചത് ഈ ഭർത്താവിൽ നിന്നല്ല എന്ന് തുടർന്നുള്ള വിവരണം എടുത്തു കാണിക്കും. പരിശുദ്ധാത്മാവിനാൽ ഗർഭിണിയായി കാണപ്പെട്ടു. അതാ എൻ്റെ അർത്ഥം മനസ്സിലാവാതെ ജോസഫിൻ്റെ സംശയങ്ങളും തെറ്റിദ്ധാരണകളും തിരുത്തുന്ന ദൈവിക ദർശനവുമൊക്കെ തുടർന്ന് പറയുന്നുണ്ട്. അവിടെ മത്തായിയുടെ സുവിശേഷത്തിൽ പ്രധാനമായും എടുത്തു കാണിക്കുന്നത് മറിയം കന്യകയാണ്, യേശുവിൻ്റെ രക്ഷകനായ യേശുവിൻ്റെ അമ്മയാണ്. ഈ അമ്മയോടൊന്നിച്ചാണ് മറ്റുള്ള ജനങ്ങൾ യേശുവിനെ കാണുക. രക്ഷകനെ തേടി വന്ന ജ്ഞാനികൾ അവനെ കാണുന്നത് മറിയത്തോടും ജോസഫിനോടും കൂടിയാണ്. അപ്പോൾ മത്തായിയുടെ സുവിശേഷത്തിൽ ഇതിൽ നിന്ന് അധികം കൂടുതലായിട്ട് നമുക്ക് കാണാനില്ല. മറിയത്തെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ട 2 ബൈബിൾ വാക്യങ്ങളുള്ളത് യോഹന്നാനിലാണ്. അതാണ് പലപ്പോഴും തെറ്റിദ്ധാരണയ്ക്ക് കാരണമായിത്തീരുന്നത്. യോഹന്നാൻ്റെ സുവിശേഷം 2-ാമത്തെ അധ്യായത്തിൽ കാനായിലെ കല്യാണ വിരുന്നിൻ്റെ വിവരണത്തിൽ യേശു മറിയത്തെ സ്ത്രീയെ എന്ന് വിളിക്കുന്ന ഒരു സംഭവമുണ്ട്. അതാണ് വലിയ ഒരു വിവാദ വിഷയമായി മാറുക. സ്ത്രീയെ, എനിക്കും നിനക്കുമെന്ത്, എൻ്റെ സമയം ഇനിയും ആയിട്ടില്ല. അവർക്ക് വീഞ്ഞില്ല എന്ന് പറഞ്ഞ മറിയത്തോട് യേശു ചോദിക്കുന്നത്, സ്ത്രീയെ, എനിക്കും നിനക്കുമെന്ത്, എൻ്റെ സമയം ഇനിയും ആയിട്ടില്ല എന്ന് പറഞ്ഞാൽ യേശു മറിയത്തെ തള്ളിപ്പറയുകയാണോ? അമ്മേ എന്ന് പറയാമായിരുന്നില്ലേ? എനിക്കും നിനക്കും തമ്മിൽ എന്ത് എന്ന് സത്യവേദ പുസ്തകം കൂട്ടിച്ചേർത്തിട്ടുണ്ട്. വാട്ട് ടു യു ആൻഡ് ടു മീ വുമൺ, വാട്ട് ബിറ്റ്വീൻ യു ആൻഡ് മീ പറയും. തമ്മിൽ എന്നുള്ളത് ഒറിജിനൽ ബൈബിളിലുള്ളതല്ല, POC ബൈബിളിലുമല്ല, സത്യവേദ പുസ്തകം ഇത് കൂട്ടിച്ചേർത്തതാണ്. എന്ന് പറഞ്ഞാൽ നമ്മൾ തമ്മിൽ ബന്ധമില്ല എന്ന് സ്ഥാപിക്കാൻ വേണ്ടി അതല്ല ഇവിടെ അർത്ഥം. സ്ത്രീയെ എന്ന് വിളിക്കുന്നതിൻ്റെ അർത്ഥം അമ്മയെന്ന് വിളിക്കാനുള്ള വൈമുഖ്യവുമല്ല. അമ്മയെന്ന് വിളിച്ചാൽ കിട്ടാത്ത ഒരർത്ഥം ഈ പദത്തിനുണ്ട്. സ്ത്രീയെ, നീയും സ്ത്രീയും തമ്മിലും ഞാൻ ശത്രുത ഉളവാക്കും എന്ന് പറഞ്ഞ ആദ്യ സ്ത്രീയുടെ ബദലായി നിൽക്കുന്ന ആ ഒരു ഹവ്വായുടെ സ്ഥാനത്ത് നിൽക്കുന്ന പുതിയ ഹവ്വായായി മറിയത്തെ ചിത്രീകരിക്കണമെങ്കിൽ അമ്മ എന്ന് പറഞ്ഞാൽ ആവുകയില്ല, സ്ത്രീ എന്ന് പറഞ്ഞാൽ ആവുകയുള്ളൂ. അപ്പോൾ സ്ത്രീ വർഗത്തിന് ഹവ്വായിലൂടെ ഉണ്ടായ ഈ ദോഷം മറിയത്തിലൂടെ പരിഹരിക്കപ്പെടുന്നു എന്ന സൂചനയാണ് സ്ത്രീയെ എന്ന പദം കൊണ്ടുണ്ടാകുന്നത്. രണ്ടാമത്തേത്, എനിക്കും നിനക്കും എന്ത് എന്ന ചോദ്യത്തിൽ ഈ ചോദിക്കുന്ന കാര്യം, നീ ചോദിക്കുന്ന കാര്യം ഇവിടെ വീഞ്ഞ് അത്ഭുതകരമായി ഉണ്ടാക്കുക എന്ന് പറഞ്ഞാൽ പരസ്യജീവിതം ആരംഭിക്കുക എന്നാണ് അർത്ഥം. ആ പരസ്യജീവിതം നയിക്കുന്നത് കുരിശിലേക്കായിരിക്കും. കുരിശിലൂടെയുള്ള മഹത്വീകരണമാണ് സംഭവിക്കുക. അപ്പോൾ യേശുവിനെ ഇപ്രകാരം ഒരു പ്രവർത്തനത്തിൽ പ്രേരിപ്പിക്കുമ്പോൾ അതിൻ്റെ അർത്ഥം മനസ്സിലാകുന്നുണ്ടോ?
ഞാനിവിടെ ഒരു അത്ഭുതം പ്രവർത്തിക്കുക എന്നാൽ എൻ്റെ കുരിശിലേക്കുള്ള വഴി തുടങ്ങുകയെന്നാണ് അർത്ഥം. അതാണ് എനിക്കും നിനക്കും എന്ത് എന്ന് നീ മനസ്സിലാക്കുന്നുണ്ടോ? മറിയം മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ആയിരിക്കാം, അല്ലായിരിക്കാം. ഏതായാലും മറിയം ഉറച്ചു വിശ്വസിച്ചു, തർക്കത്തിൽ നിൽക്കുന്നില്ല. അവൾ വിശ്വസിച്ചു, താൻ ചോദിച്ചത് ലഭിക്കുമെന്ന് അവൾക്ക് ബോധ്യമുണ്ടായിരുന്നു. വേലക്കാരോട് പറഞ്ഞു, അവൻ പറയുന്നത് ചെയ്യുക. മറിയം ഇന്നും അത് തന്നെയാണ് ചെയ്യുന്നത്. മറിയം ഒരിക്കലും കേന്ദ്രമല്ല. എന്നിലേക്ക് വരൂ എന്നല്ല മറിയം പറയുക, മറിയം അവൻ പറയുന്നത് ചെയ്യൂ. അപ്പോൾ ഇവിടെ മറിയം മധ്യസ്ഥയായിട്ടാണ് പ്രത്യക്ഷപ്പെടുന്നത്. യേശു ആ മാധ്യസ്ഥം സ്വീകരിച്ചു എന്നതിൻ്റെ വ്യക്തമായ തെളിവാണ് അവിടെ അത്ഭുതകരമായി വീഞ്ഞ് ഉണ്ടാക്കിയത്, വെള്ളം വീഞ്ഞാക്കി മാറ്റിയത്. അത് യേശു തൻ്റെ മഹത്വം പ്രകടമാക്കുന്നതിന് വേണ്ടി ചെയ്ത ആദ്യത്തെ പ്രവൃത്തിയാണ്. ഇതിലൂടെയാണ് തൻ്റെ മഹത്വം പ്രകടമാവുക. മഹത്വം പൂർണ്ണമായും പ്രകടമാകുന്നത് കുരിശിലാണ്. അവിടെയാണ് നമ്മൾ മാതാവിനെ വീണ്ടും കാണുക. അവിടെ നമ്മൾ വായിച്ചു കേട്ട ഭാഗമാണ് യേശുവിൻ്റെ കുരിശിൻ്റെ അരികെ യേശുവിൻ്റെ അമ്മയും യേശു സ്നേഹിച്ച ശിഷ്യൻ നിന്നിരുന്നു. യേശുവിൻ്റെ അമ്മ എന്ന് സുവിശേഷൻ 2 തവണയും പറയുന്നു. പക്ഷേ യേശുവിൻ്റെ വായിൽ വീണ്ടും സ്ത്രീയാണ്. അവിടെ ഒരു കാരണവശാലും യേശുവിന് തെറ്റിദ്ധരിപ്പിക്കപ്പെടാൻ യാതൊരു സാധ്യതയുമില്ല. ഇവിടെ മരിക്കാൻ പോകുന്ന വ്യക്തി തൻ്റെ അമ്മയ്ക്ക് അനാഥമായി പോകുമല്ലോ എന്നോർത്ത് ശിഷ്യനെ ഏൽപ്പിക്കുന്നതാണ് വിചാരിക്കുന്നുണ്ട്. അതുമല്ല അർത്ഥം. ഇതാ നിൻ്റെ അമ്മ എന്ന് യോഹന്നാനോട് അല്ലെങ്കിൽ യേശു സ്നേഹിക്കുന്ന ശിഷ്യനോട് പറയുമ്പോൾ തൻ്റെ അമ്മ ശിഷ്യ സമൂഹത്തിൻ്റെ മുഴുവനും അമ്മയായിരിക്കണം, അഥവാ സഭയുടെ മാതാവായിരിക്കണം എന്നാണ് യേശു ഉദ്ദേശിക്കുക. ഇതാ നിൻ്റെ മകൻ. ഇപ്പോൾ ഇവിടെ ഒരു കുടുംബം സ്ഥാപിക്കപ്പെടുകയാണ്. ഈ കുടുംബത്തിൽ നാഥനായ യേശുവുണ്ട്, അമ്മയായ മറിയമുണ്ട്, ഇവിടെ കുടുംബത്തിലെ അംഗങ്ങളായ ശിഷ്യനുമുണ്ട്. ഇപ്പോൾ യേശുവിൻ്റെ ശിഷ്യൻ ഇവിടെ ഒരു കുടുംബമായി മാറുന്നു യോഹന്നാനിലൂടെ. ഇപ്പോൾ സഭയുടെ മാതാവായി മറിയത്തെ കാണാൻ സാധിക്കും. ലൂക്കാ എഴുതിയ സുവിശേഷത്തിലാണ് മറിയത്തെക്കുറിച്ച് ഏറ്റവും കൂടുതൽ പരാമർശമുള്ളത്. 1-2 അധ്യായങ്ങളിൽ ദീർഘമായി മറിയത്തെക്കുറിച്ച് പറയുന്നുണ്ട്. മറിയത്തിന് ലഭിക്കുന്ന മംഗലവാർത്തയും മറിയത്തിൻ്റെ സ്തോത്രഗീതവുമൊക്കെ വിശദമായി പോകേണ്ട കാര്യമില്ല. അവസാനമായിട്ട് നമ്മൾ മറിയത്തെ കാണുന്നത് അപ്പോസ്തല പ്രവർത്തനം 1-ാമത്തെ അധ്യായത്തിലാണ്. അവിടെ യേശുവിൻ്റെ മരണത്തിനും ഉത്ഥാനത്തിനും സ്വർഗ്ഗാരോഹണത്തിനും ശേഷം ശിഷ്യന്മാരെ ഒരുമിച്ച് കൂട്ടി പ്രാർത്ഥനാനിരതമായിരിക്കുന്ന ഒരു സമൂഹത്തിൽ അതിന് മധ്യത്തിൽ നിൽക്കുന്ന മാതാവിനെ കാണും. എപ്രകാരം രക്ഷാചരിത്രത്തിൻ്റെ ആരംഭത്തിൽ പരിശുദ്ധ ആത്മാവ് മറിയത്തിന് മേൽ ആവസിച്ച് പുത്രന് ജന്മം നൽകുകയോ, അതുപോലെ ഈ സഭയുടെ ആരംഭത്തിൽ പരിശുദ്ധാത്മാവിനെ സ്വീകരിക്കാനായിട്ട് ഒരുങ്ങിയിരിക്കുമ്പോൾ മറിയം അവരുടെ മധ്യയുണ്ട്. ഇങ്ങനെ മറിയം മധ്യസ്ഥയാണ്, മറിയം മാതാവാണ്, മറിയം മാതൃകയാണ്, ദൈവത്തിൻ്റെ മകളാണ്, നമ്മുടെ എല്ലാവരുടെയും അമ്മയാണ്. പക്ഷേ മറിയം ദൈവമല്ല, മറിയത്തെ ആരാധിക്കുന്നില്ല. മറിയത്തോട് നമ്മൾ പ്രാർത്ഥിക്കുന്നത് ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ എന്ന് മാത്രമാണ്, ഞങ്ങളെ അനുഗ്രഹിക്കണമേ എന്നല്ല. അനുഗ്രഹം ദൈവത്തിൻ്റെതാണ്, അത്ഭുതങ്ങളെല്ലാം ദൈവമാണ് പ്രവർത്തിക്കുക. അപ്പോൾ മറിയത്തെ നമ്മുടെ മാതൃകയായി മധ്യസ്ഥയായി സ്വീകരിക്കുന്നു. അത് ഒരു വലിയ അനുഗ്രഹമാണ് ഓർക്കുക. യേശു നമുക്ക് അവസാനമായി നൽകുന്ന തൻ്റെ ഏറ്റവും അവസാനത്തെയും വലിയ സമ്മാനവുമാണ് ഇതാ നിൻ്റെ അമ്മ. സ്വന്തം അമ്മയെ നമുക്ക് അമ്മയായി തന്നിരിക്കുന്നു. ആ അമ്മയെ നമ്മൾ സ്വീകരിക്കണം സ്വന്തം അമ്മയായി. ആ ശിഷ്യൻ അവളെ തൻ്റെ ഭവനത്തിൽ സ്വീകരിച്ചു, തൻ്റെ ഹൃദയത്തിൽ സ്വീകരിക്കുന്നു. അത് നമ്മൾ ചെയ്യണം. മാതാവിനെക്കുറിച്ച് നമ്മൾ ഇനിയും പഠിക്കുന്നതാവും. മാതാവിൻ്റെ ചില തിരുനാളുകൾ നമ്മൾ ചർച്ചാ വിഷയമാക്കുന്നതാണ്. ഇവിടെയാണ് ശ്രമിച്ചത് മാതാവിനെക്കുറിച്ച് സഭയും ബൈബിളും പറയുന്ന ചില കാര്യങ്ങൾ പൊതുവായിട്ട് എടുത്തു കാണിക്കാൻ വേണ്ടിയിട്ടാണ്. വത്തിക്കാൻ സുനോദോസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട രേഖയായ ലൂമൻ ജെൻസിയും സഭയെ സംബന്ധിച്ച രേഖയുടെ അവസാനത്തെ അധ്യായം പരിശുദ്ധ കന്യകാമറിയത്തെക്കുറിച്ചാണ്. മാതാവിനെക്കുറിച്ച് തന്നെ ഒരു രേഖ വേണമെന്ന് പിതാക്കന്മാർ പലരും ആവശ്യപ്പെട്ടെങ്കിലും അവസാനം സഭയുടെ തന്നെ ഭാഗമായിട്ടാണ് മാതാവിനെ അവതരിപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ സഭയിൽ നിന്ന് വേറിട്ട്, യേശുവിൽ നിന്ന് വേറിട്ട് മാതാവിൻ്റെ സ്ഥാനമില്ല. പക്ഷേ ഇതിനോട് ചേർന്ന് നിൽക്കുമ്പോൾ മറിയം സഭയുടെ അമ്മയാണ്, സഭയുടെ പ്രതീകമാണ്, നമ്മുടെ എല്ലാവരുടെയും അമ്മയാണ്, സഹരക്ഷകയാണ്. അമ്മയോട് നമുക്ക് പ്രാർത്ഥിക്കാം. കാരുണ്യവാനും സ്നേഹനിധിയുമായ ദൈവമേ, പരിശുദ്ധ കന്യകാമറിയത്തെ ഞങ്ങൾക്കെല്ലാവർക്കും അമ്മയായി നൽകാൻ തിരുവുള്ളമായ ആ വലിയ കൃപയെ അങ്ങേക്ക് നന്ദി പറയുന്നു. ആ അമ്മയിലൂടെ ഞങ്ങൾക്ക് നൽകുന്ന നിരവധിയായ കൃപകൾക്ക്, ആ അമ്മയിലൂടെ ഞങ്ങൾക്ക് നൽകുന്ന ആശ്വാസത്തിന്, പ്രത്യാശയ്ക്ക് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. പരിശുദ്ധ അമ്മയെ കുരിശിൻ ചുവട്ടിൽ വെച്ച് ഞങ്ങൾക്കെല്ലാവർക്കും അവിടുത്തെ തിരുപുത്രനാണല്ലോ അങ്ങയെ ഞങ്ങൾക്ക് അമ്മയായി നൽകിയത്. ഇതാ നിൻ്റെ അമ്മ എന്ന് പറഞ്ഞുകൊണ്ട് അമ്മയെ ഞങ്ങൾക്ക് തന്ന യേശുവെ ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. ആ അമ്മയുടെ സഹായം തേടുന്നതിനും, ആ അമ്മയുടെ മാതൃക അനുസരിക്കുന്നതിനും, ആ അമ്മയുടെ വാക്ക് കേട്ട് എപ്പോഴും അങ്ങിലേക്ക് തിരിയുന്നതിനും അവിടുന്ന് ഞങ്ങളെ സഹായിക്കണമേ. പരിശുദ്ധ അമ്മയെ സഭയ്ക്കും വേണ്ടി, മുഴുവനും വേണ്ടി, ഞങ്ങൾക്കെല്ലാവർക്കും വേണ്ടി, പ്രത്യേകിച്ചും ഞങ്ങളുടെ മരണസമയത്തും പ്രാർത്ഥിക്കണമേ. എപ്പോഴും എന്നേക്കും. ആമേൻ.